എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഓപ്പൺ വിൻഡോന്റെ കൂടെ ഫിറ്റ്സ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെ പറ്റിയാണ്. നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് ക്ലയന്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇവർക്ക് ബോട്ടം സൈഡ് ഫിക്സഡും മുകളിലേക്ക് ഒരു ചെറിയ പോർഷൻ മാത്രം ഓപ്പൺ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ രൂപം എന്ന് പറയുന്നത്. നമ്മളിവിടെ താഴെ ഏകദേശം ഒരു സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.80 ഹൈറ്റും ഒരു 1.80 വിട്ടും വരുന്ന ഒരു ചെറിയൊരു വിൻഡോന്റെ സ്പേസ് ആണ്. ആ ഒരു സ്പേസിൽ നമ്മൾ ഏകദേശം ഒരു പകുതി തന്നെ അതിൽ ഒരു 90-80 സെന്റിമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിക്സഡ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് സെൻട്രൽ ഭാഗവും ഫിക്സഡ് ആക്കി 2 സൈഡ് മാത്രമാണ് ഓപ്പണബിൾ എന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ക്ലയൻസ് ചോദിക്കുന്നതാണ്, നമ്മൾ ഫിക്സും അതേപോലെ ഓപ്പണബിളും കൂടെ ചെയ്യുന്ന സമയത്ത് രണ്ടും 2 സെക്ഷൻസ് വരുമോ എന്നുള്ളത്. കാരണം ഇതിന്റെ ഈ ഒരു സെക്ഷന്റെ കനം അങ്ങനെ 2 കനം സെൻട്രൽ വരുമോ എന്നുള്ളത് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സെക്ഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെൻട്രലിലെ മുള്ളൈൻ സെക്ഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് മുകളിലേക്ക് ഓപ്പണബിൾ ആയിട്ടും ഇതിന് താഴത്തേക്ക് ഫിക്സഡ് ആയിട്ടും ഇവിടെ നമ്മൾ 2 ഫ്രെയിംസ് അല്ല ഒരേ ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ രണ്ടും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒരു മെക്കാനിക്സിലേക്കൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആദ്യം താഴെ നമ്മൾ ഫിക്സഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും നമ്മൾ ഇതുപോലെയുള്ള ഗ്യാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ താഴെ ഫിക്സ് ചെയ്താലും മുകളിൽ ഫിക്സഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ ഇതേപോലെയുള്ള ഗ്യാസ്കറ്റുകൾ 2 സൈഡിൽ നിന്നും വളരെ എയർ ടൈറ്റ് ആവുന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ജോയിന്റ് ഫിനിഷുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് അൾജീരിയയുടെ ജോയിന്റ് ഉണ്ടാവുക എന്നുള്ളത്. വളരെ നീറ്റ് ആയിട്ടുള്ള ജോയിന്റ് ആണ്. ചെറിയ പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ചെറിയ രീതിയിൽ അറിയുന്നു, പക്ഷെ വളരെ നീറ്റ് ആയിട്ടുള്ള ജോയിന്റ് ആണ്. അതേപോലെ തന്നെ ഇതിൽ ഓപ്പൺ വിൻഡോസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൈഡിലും നമ്മൾ ഗ്യാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഫാബ്രിക്കേറ്റേഴ്സ് ചെയ്യുന്നതാണ്, ഈ സൈഡിൽ ഗ്യാസ്കറ്റുകൾ കൊടുക്കില്ല. നമ്മൾ ഈ സൈഡിലും ഇതിന് ഗ്യാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല ശക്തമായ മഴയൊക്കെ വരുന്ന സമയത്ത് ചാറിലടിക്കും. അങ്ങനെ അടിക്കുമ്പോൾ ഇതിന്റെ ഗ്യാപ്പിലൂടെ വെള്ളം അകത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് തുറക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിതിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ EPDM ഗ്യാസ്കറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. EPDM ഗ്യാസ്കറ്റുകളെ പറ്റി പറയുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഹോട്ടലുകളിൽ പഴയ ഓഫീസുകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ്കറ്റുകൾ ഇങ്ങനെ ക്രാക്ക് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ക്രാക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഉള്ള ഗ്യാസ്കറ്റുകൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് EPDM ആണ്. 15 മുതൽ 18 വർഷം വരെ ഒരു വാറണ്ടി പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 100% വിശ്വാസത്തോടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അകത്തും നമ്മൾ എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഗ്യാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിതൊരു സൗണ്ട് പ്രൂഫ് എന്ന രീതിയിലും ഈ ഗ്ലാസ്സിനിട്ട് നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്തോ ഒരു രീതിയിലുള്ള സൗണ്ടിന്റെ പ്രശ്നങ്ങളോ നമുക്കിവിടെ വരില്ല. വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും ഈ ഗ്ലാസ് ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അകത്തൊന്ന് ലോക്ക് ചെയ്യാനായിട്ടുള്ള കിങ് ലോങ്ങിന്റെ തന്നെ ഹാൻഡിൽസ് ഉണ്ട്. ഫ്രിക്ഷൻ ഹിഞ്ചസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നമ്മൾ വിൻഡോസിന്റെ കാര്യം പറയുമ്പം ഇതിന്റെ സൗണ്ട്, ഈ ഒരു സൗണ്ടാണ് നമുക്കിതിന് വരുന്നത്. നിങ്ങൾക്ക് കേൾക്കാം, ഒരിക്കലും ഒരു അലുമിനിയവും തമ്മിൽ മുട്ടുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിന്റെ കളർ പറയാന്നുണ്ടെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കളറാണ്. ഗോൾഡൻ ബ്രൗൺസ് എന്നാണ് ഈ ഒരു കളറിന്റെ പേര് വരുന്നത്. ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു മീഡിയത്തിൽ നിൽക്കുന്ന കളറാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വ്യൂ, ഇതിപ്പോ നമ്മൾ ഇതിന് പുറത്തുനിന്നുള്ളതാണ്. ഇതിനകത്ത് ഗ്രില്ല് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞത് അതിൻ്റെതായിട്ടുള്ള പൊടികളെല്ലാം ഇതിലുണ്ട്. ഇതിന്റെ ഗ്രിൽസ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള 3 പോസ്റ്റുകളും ബാക്കി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഗ്രിൽസ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ ഗ്രിൽസ് വെക്കുന്നതിന് മുമ്പാണ് നമ്മുടെ അടുത്ത് നിന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്ഷന് പുറകിൽ വരുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രിൽസിനെ ഡിസൈൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കംഫർട്ടായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും തീർച്ചയായിട്ടും. പക്ഷെ പുറമേ നോക്കുന്ന സമയത്ത്
ഈ ഒരു വെർട്ടിക്കൽ ലെഗുകൾ ചെറിയ രീതിയിലെങ്കിലും പുറത്തേക്ക് ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വെർട്ടിക്കൽ ലെഗുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു പോർഷനിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ആസ്തറ്റിക്കൽ വ്യൂ എന്ന രീതിയിലേക്ക് മാത്രമാണ്, അങ്ങനെ വലിയ രീതിയിലൊന്നും ആരും കാണുന്നതല്ല, എന്നാൽ പോലും ഒരു ഗ്രില്ല് എടുക്കുന്ന സമയത്ത് അതിന്റെ ഡിസൈൻ പോലും നമ്മുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഏത് രീതിയിൽ കൊടുക്കണം, എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് വേണം, എവിടെയൊക്കെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ലൈൻസ് കൊടുക്കാൻ പറ്റും, ഏത് ഡിസൈനിൽ കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കൺസൾട്ടേഷൻസ് നമ്മളൊരു പ്ലാസ്റ്ററിങ് കഴിയുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ആവുന്ന സമയത്തായിരിക്കും ഗ്രിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളിൽ നിന്നും കൺസൾട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അകത്തുനിന്നുള്ള വ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ബോട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഫിക്സഡ് ആണ്. ഈവൻ നമ്മൾ തുറന്നൊന്നും ഇട്ടാലൊന്നും അകത്തേക്ക് ജന്തുക്കളോ കാര്യങ്ങളോ ഒന്നും കയറി വരുന്നില്ല. അതേപോലെ തന്നെ സെൻട്രൽ പോർഷൻ ഫിക്സഡ് ആണ്, രണ്ട് സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ ഒരു എസ്തെറ്റിക്കൽ വ്യൂ ഉള്ള രീതിയിലേക്കാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലൈഡിങ് വിത്ത് ഫിക്സ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സ്ലൈഡിങ്ങും അതിന് മുകളിലേക്ക് ഫിക്സഡും കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഒരു മുള്ളിൻ സെക്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സെക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് പ്രൊഫൈൽസ് ആണ്, പക്ഷെ ഒരേ സൈസിലുള്ള പ്രൊഫൈൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ മുകൾ ഭാഗം ഒരു ഏകദേശം ഒരു 3-ൽ ഒരു ഭാഗം നമ്മൾ ഫിക്സഡ് ആക്കിയിട്ടുണ്ട്. അതിന് താഴത്തേക്ക് നമ്മൾ ഈ രീതിയിൽ സ്ലൈഡിങ്ങിനെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പുഷ് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ കൊടുക്കുന്നു, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിങ്സ്. നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ശ്രദ്ധിക്കാം. നമ്മുടെ അലുമിനിയം ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് സൗണ്ട് ഉണ്ടാവുമോ എന്നുള്ളത്. നിങ്ങൾ കേൾക്കുന്നത് ഒരു എന്തോ ഒരു തുണി ഒരയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ബുഷ് ഒരയുന്ന പോലെ ഒരു സൗണ്ടാണ്. അത്രയും സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ സ്ലൈഡിങ്സ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും അൾജീരിയൻ വിൻഡോസ് വരെ ചെയ്തിട്ട് സൗണ്ട് ഉണ്ടെന്നുള്ള കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വീല് മാത്രമല്ല കൊടുക്കുന്നത്, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു യു എന്ന് പറയുന്ന ഫിറ്റിംഗ്സ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്കിതിന് ഈ ഒരു സൗണ്ട് ഇല്ലാതിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആ വീലിന്റെ അലൈൻമെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ആ ഒരു ഹാർഡ്വെയറിന്റെ ഗുണം. അപ്പോൾ അതുകൂടെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ സൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ രണ്ട് സൈഡിലും ഗ്യാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ജോയിന്റ് ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിങ്ങും ലോക്കിംഗ് സിസ്റ്റവുമാണ്. ഇപ്പൊ ഞാനിങ്ങനെ വരുന്നു, അത് ജസ്റ്റ് ലോക്ക് ആയിട്ടുണ്ട്. ഈ രീതിയിലേക്കാണ് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലോക്കായി വളരെ ചെറിയ ലൈറ്റ് സൗണ്ടോടെയാണ് നമ്മൾ ഇതിന്റെ സ്ലൈഡിംഗ് സിസ്റ്റം വരുന്നത്. അൾജീരിയൻ വിൻഡോസ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് വിൻഡോസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡിസൈൻ പ്രകാരം ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഈ അൾജീരിയൻ വിൻഡോസ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായി പുതിയ ഐഡിയയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.